ഇനി കലയുടെ കാലമാണ്. ഒരു കലോത്സവ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. തൃശ്ശൂരിലെ കലോത്സവ നഗരിയിലെ ഭക്ഷണപുര സജ്ജമായി കഴിഞ്ഞു. കാലങ്ങളായി കലോത്സവത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. മോഹനൻ നമ്പൂതിരിക്കും സംഘത്തിനുമാണ് ഇക്കുറിയും കലവറയുടെ ചുമതലയുള്ളത്. നവധാന്യ ദോശയാണ് നാളത്തെ പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് ചക്കപ്പഴ പായസവും പ്രത്യേക വിഭവങ്ങളും എല്ലാം ഉണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാത്രി ഭക്ഷണത്തിൽ ചപ്പാത്തി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുര ഇപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുകയാണ്. മന്ത്രിമാരായ കെ രാജൻ, അതുപോലെ തന്നെ വി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പഴയിടം നമ്പൂതിരിയാണ് തീ കൊളുത്തി പാലുകാച്ചൽ ആരംഭിച്ചത്. ഈ വർഷവും ഒരു ഐശ്വര്യമായിട്ടുള്ളൊരു തുടക്കമാണല്ലേ? തീർച്ചയായിട്ടും ഐശ്വര്യമായിട്ടുള്ള തുടക്കം തന്നെയാണ്. എല്ലാം മംഗളകരമായി തന്നെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ വർഷത്തെ ഒരു കൂട്ടുകളൊക്കെ? പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ല. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ദോശയാണ്. അപ്പോൾ ദോശയ്ക്കൊപ്പം ഒരു നവധാന്യ ദോശ കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു കൊങ്ങിണിമാരുടെ ഒരു വിഭവമാണ്. അതുണ്ടാക്കാനുള്ള എക്സ്പെർട്സ് എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഉച്ചയ്ക്ക് ചക്കപ്രഥമനാണ്. സാധാരണ കലോത്സവങ്ങളിൽ ചക്കപ്രഥമനൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. കാരണം ഇത്രയും വോളിയം വരുന്നിടത്ത് നമുക്ക് അത്രയും ചക്ക റെഡിയാക്കി കൊണ്ടുവന്ന് അതൊരു സെറ്റാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ചക്ക ബ്ലെൻഡ് ചെയ്തൊരു ചക്കപ്രഥമനാണ് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. വൈകുന്നേരം ചപ്പാത്തി ആക്കിയിട്ടുണ്ട് ഊണിന് പകരം. ഇത്രയും വ്യത്യാസമാണ് ഉണ്ടാക്കിയത്. ഈ കലോത്സവം എന്ന് പറയുന്നത് കണക്കില്ലാത്ത ആളുകളാണ് വരുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം അതിനെ എങ്ങനെയാണ് ഇത്രയും വർഷത്തോളം മുന്നിൽ കണ്ടിങ്ങനെ വരികയാണ്, ഈ വർഷവും എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? എങ്ങനെയാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് തന്നിരിക്കുന്ന കണക്ക് കുറച്ച് കുറവാണെന്നൊരു സംശയമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാധനങ്ങൾ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ എത്ര കുട്ടികളും എന്തായാലും കൊടുക്കാൻ തയ്യാറാണ്. പാചകപ്പുരയിൽ ആരോഗ്യകരമായ ഭക്ഷണമാണല്ലേ? തീർച്ചയായിട്ടും ആരോഗ്യകരമായ ഭക്ഷണം സന്തോഷത്തോടെ കൊടുക്കുന്നു. വിതരണം ചെയ്യാൻ വേണ്ടി KPSTയുടെ സംഘാടകരാണുള്ളത്. 600ഓളം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരോഗ്യകരമായ ഭക്ഷണം അത് എല്ലാവർക്കും ഒരുപോലെ നൽകുക എന്നുള്ളതാണ് പഴയിടം പറയുന്നത്. അരുൺ കിഷോറിനൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്. കലോത്സവം വന്നാൽ അല്ലെങ്കിൽ കായികമേള വന്നാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായി ഇപ്പോൾ പഴയിടം മോഹനൻ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ സംഘവും മാറിയിട്ടുണ്ട്. അത്ര രുചിയാണ് ആ ഭക്ഷണത്തിന്. നമുക്കൊപ്പം നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇതുവരെയും ഒരു പാളിച്ച പോലും വന്നിട്ടില്ല, ഒരു കറിയുടെ പോലും രുചി കുറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ചിലപ്പോഴെങ്കിലും ചില വിവാദങ്ങളിലേക്കൊക്കെ വലിച്ചിടാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം എല്ലാറ്റിനെയും പോസിറ്റീവായി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്തവണ ഒരുപാട് ഭക്ഷണ വെറൈറ്റികൾ ഉണ്ടല്ലേ കലോത്സവ നഗരിയിൽ? സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഒട്ടനവധി ആളുകളുടെ ചിത്രം മനസ്സിലേക്ക് വരും. അതിൽ ഒന്നാണ് പഴയിടത്തിൻ്റെയും. പഴയിടത്തിൻ്റെ ഭക്ഷണമില്ലാതെ എന്ത് കലോത്സവം, അല്ലെങ്കിൽ പഴയിടത്തിൻ്റെ ഭക്ഷണമാണ് കലോത്സവത്തിലേക്ക് എത്തുന്ന എല്ലാവരുടെയും വയറും മനസ്സും നിറയ്ക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പഴയിടത്തിൻ്റെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഏറ്റവും അധികം ചലഞ്ചുകൾ നേരിടുന്നുണ്ട് അദ്ദേഹം. അതായത് ഇത് ഓരോ വർഷവും പല ജില്ലകളിലായിരിക്കും, ഓരോ വർഷവും ഓരോ ജില്ലകളിലായിരിക്കും ഈ കലോത്സവം നടക്കുന്നത്. അപ്പോൾ ആ ജില്ലകളിൽ എത്തണം, അവിടെ ഭക്ഷണം പാചകം ചെയ്യണം, അത് കൊടുക്കണം, അങ്ങനെയുള്ള കുറേ ചലഞ്ചുകൾ നേരിടണം. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് വന്നാൽ ആ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല വേദി, ഒരു 24-25 വേദികളായിരിക്കും. ഇപ്പോൾ ഈ വർഷം തൃശ്ശൂർ തന്നെ 24 വേദികൾ, അതുകൂടാതെ കമ്മിറ്റി ഓഫീസുകൾ, മറ്റ് സ്റ്റോളുകൾ, ഇവിടേക്കെല്ലാം ഇദ്ദേഹം ഭക്ഷണം എത്തിക്കണം. ഇവിടേക്കെല്ലാം ഇദ്ദേഹം ഒരു സ്ഥലത്ത് നിന്നും ഉണ്ടാക്കി ഭക്ഷണം അവിടേക്കൊക്കെ എത്തിച്ച് അവരുടെ വയറും മനസ്സും നിറയ്ക്കണം. അപ്പോൾ അത്തരത്തിൽ 2 വലിയ ചലഞ്ചുകൾ നേരിട്ടാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ഭക്ഷണ പാചകം കലോത്സവത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ടിത് തുടർന്നു വരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പം അതിൻ്റെ കുറച്ച് ട്രിക്കൊക്കെ അറിയാം. എന്നാലും വളരെയധികം ചലഞ്ചാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അതായത് സ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് വരുന്നത്. അവർ ആ പെർഫോമൻസിനായിട്ട് കയറുന്നതിന് മുമ്പും അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ശേഷം അവർ ആ ക്ഷീണിച്ച് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാണ് കഴിക്കുന്നത്. 3 നേരം അല്ലെങ്കിൽ 4 നേരം അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാണ് കഴിക്കുന്നത്. ആ കുട്ടികളുടെ എനർജിയുടെ ഒരു പിന്നാമ്പുറം. അതാണ് പഴയിടത്തിന്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത.